ഹലോ ഗായ്സ്, അപ്പോൾ രാവിലെ മോർണിംഗാണ്. ഈ സൈഡാണ്. ഗൈസ്, അത് നമ്മൾ പല്ലേച്ച് ഫ്രഷ് ആയിട്ടുണ്ട്. ഗൈസ്, അങ്ങനെ ഞാൻ ഇവിടെ കാട്ട്പാടി ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട്. ഗൈസ്, അങ്ങനെ ഇവിടെ വന്ന് ലോക്കർ ഉണ്ട്, ഡിജിറ്റൽ ക്ലോക്ക് റൂമാണ്. ഇവിടെ നമുക്ക് നമ്മുടെ ബാഗൊക്കെ വേണമെങ്കിൽ വെക്കാൻ പറ്റും. 4 മണിക്കൂർ 40 രൂപ, 8 മണിക്കൂർ 80 രൂപ, അങ്ങനെയാണ് ഇവിടുത്തെ ചാർജസ്. ഇത് എക്സ്ട്രാ ലാർജ് ആണ് ഞാൻ എടുത്തത്, എന്നാലേ ഈ ബാഗ് വെക്കാൻ പറ്റുള്ളൂ. പല റേഞ്ചിലുള്ളത് ഉണ്ട്. ഇതൊരു നല്ല സെറ്റപ്പാണ് ഇന്ത്യൻ റെയിൽവേയുടെ. ഇത് ഞാൻ എൻ്റെ സാധനങ്ങൾ വെച്ച് ലോക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ലോക്കർ നമ്പർ 121 ആണ്. നമ്മളിത് മെയിൻ എൻട്രൻസിന്റെ, അതായത് നമ്മള് സ്റ്റേഷൻ ഇറങ്ങി, കാട്ട്പാടി സ്റ്റേഷൻ ഇറങ്ങി പ്ലാറ്റ്ഫോം നമ്പർ 1 പുറത്ത് മെയിൻ എൻട്രൻസിന്റെ അവിടെയാണ് ഈ ലോക്കർ വരുന്നത്. ഇത് നമ്മളെ റെയിൽവേ സ്റ്റേഷനിൽ പുറത്തോട്ട് നടന്നു പോകുന്ന ഏരിയ ആണ്. നടന്ന് പോകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്. ഇവിടെ കുറെ ഓട്ടോ സ്റ്റാൻഡും ഉണ്ട്. ഓട്ടോ ചേട്ടന്മാരൊക്കെ ആണെങ്കിൽ നല്ല ആൾക്കാരാണ്. ഇവിടെ വന്നിട്ടും പോസ്റ്റ് ആണ്. ഒരു പയ്യനെ റാപ്പിഡോ ഒന്ന് കോൾ ചെയ്തു. അപ്പൊ അവൻ വരാന്ന് പറഞ്ഞു. പൈസയാവും, എന്നാലും കുഴപ്പമില്ല. ഓട്ടോയിൽ പോകണമെങ്കിൽ 400 രൂപയാണ്. ഇവിടെ നിന്ന് ഗോൾഡൻ ടെമ്പിൾ പോകണം. റാപ്പിഡോ ആണെങ്കിൽ അവൻ 200 രൂപയ്ക്ക് കൊണ്ടുപോകാനാണ് പറഞ്ഞത്. നോക്കാം. ഒരു ഓട്ടോ കിട്ടിയിട്ടുണ്ട് ഗോൾഡൻ ടെമ്പിളിലോട്ട് പോകാൻ വേണ്ടി. നേരത്തെ ഒരു ചേട്ടൻ 400 രൂപയാണ് പറഞ്ഞത്. ഇപ്പൊ ഈ ചേട്ടൻ 200 രൂപയ്ക്ക് കൊണ്ടുവന്ന് പറഞ്ഞത്. ഞാൻ മാത്രമല്ല, കൂടെ സവാരി ആൾക്കാരുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഞാൻ കയറിയത്. എനിക്ക് ബസ്സിൽ പോകാൻ വേണ്ടി ഇരിക്കുന്നത്. പക്ഷെ ബസ് ആണെങ്കിൽ ഇവിടുന്ന് 1.5-2 മണിക്കൂർ എടുക്കും. ഓട്ടോയിലാണെങ്കിൽ 1/2 മണിക്കൂർ കൊണ്ടെടുക്കുന്നൊക്കെ പറഞ്ഞു. മുരുകൻ ടെമ്പിൾ 92 feet height statue. ஓகே. மேல ஒரு பஸ் ஸ்டாண்ட்ல இருந்து ஒரு 8 கிலோமீட்டர் 10 கிலோமீட்டர் போகணும். பஸ் அங்கெல்லாம் பஸ் வசதி கிடையாது. அது எல்லாமே ஆட்டோ தான் போகணும். கோட்டை கோயில் இருக்கு. வேலூர் போர்ட்டா? ஓகே. இங்கே போர்ட். ஓகே. ஜனகா டேக்ஸ் പിന്നെ ഇങ്ങനെ പാർക്ക് ഏതോ ഇരിക്കില്ല? ഇല്ല. മുരുകൻ ടെമ്പിൾ അവിടെ എவ்வளோ டைம் எடுக்கும்? அங்கே ஃப்ரீயா இருக்கும். அங்கெல்லாம் ஃப்ரீயா இங்க மட்டும் தான் ரேட் ஆகும். இது வந்து ஃபேமஸ் இல்ல. 6 ஓபன் பண்ணாங்கன்னா ஒரு 6 months ஆயிடும். ஓ, ഗൈസ്, അങ്ങനെ ഞാൻ ഗോൾഡൻ ടെമ്പിളിന്റെ ഇവിടെ എത്തി. ഇതാണ് ഗോൾഡൻ ടെമ്പിളിന്റെ എൻട്രൻസ്. ഇവിടെ കുറച്ച് ഹോട്ടൽസ് ഉണ്ട്. ഒന്ന് ഫുഡ് കഴിച്ചിട്ട്, ഞാൻ ഇതുവരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല. അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് അമ്പലത്തിൽ കയറാൻ എന്നുള്ള പ്ലാനിലാണ്.
ഗോൾഡ്, റോസ് ഗോൾഡ്, സിൽവർ, വെള്ളി, പണം. കൊള്ളാം. വേറെ ഇവിടെ കുറെ ഗെയിംസ് ഐറ്റംസ് ഉണ്ട്. അതായത് പിള്ളേർക്ക് കളിക്കാൻ പറ്റുന്ന കുറെ സാധനമുണ്ട്. ഇത് ഗേറ്റ് 1 അടുത്തുള്ള കടയാണ്. പിന്നെ ഇവിടെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ കുറെ പേര് മുട്ട അടിച്ചിട്ടുണ്ട്. ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാവരും മുട്ട അടിച്ചിട്ടാണ്. അതെന്താണെന്നുള്ളത് കാര്യം ചോദിക്കണം. തല മുണ്ടനം ചെയ്യുന്ന എന്തോ പരിപാടി ഉണ്ടോ ഗൈസ്. എവിടെയാണ് ഫുഡ് കഴിക്കാൻ വന്നത്? ടിക്കറ്റ് എടുത്തിട്ട്, ടിക്കറ്റ് അല്ല, ബിൽ പേ பண்ணிട്ട് വേണം ഇവിടെ കൗണ്ടറിൽ നിന്ന് സാധനം എടുക്കാൻ. എവിടെ പോയിരിക്കാം? ബില്ലറിയാമോ? ബിൽ മസാല ദോശ. എന്റെ മസാല ദോശ വന്നിട്ടുണ്ട് ഗൈസ്. തമിഴ്നാട് സ്റ്റൈൽ മസാല ദോശ. ചട്നി കൊള്ളാം, സാമ്പാറും കൊള്ളാം. പക്ഷെ മസാല ദോശയുടെ മസാല അത്ര പോരാ. വണ്ടി കയറി വരുന്നിടത്ത് കൗണ്ടറുണ്ട്, എൻക്വയറി ഹെൽപ്പ് ഡെസ്ക് ഒക്കെ ഉണ്ട്. പിന്നെ തുളസി അർച്ചന 500 രൂപ കൊടുത്തിട്ടുണ്ട്. അവിടെ ഡെപ്പോസിറ്റ് കൗണ്ടർ ഉണ്ട്. മൊബൈല്, ബാഗ്, ചെരുപ്പ് അതൊക്കെ ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്തിട്ടേ പോകാൻ പറ്റുള്ളൂ. ഗൈസ്, ഈ കാണുന്നതാണ് നമ്മുടെ മൊബൈൽ ഫോണും അതേപോലെ ഫുട്വെയർ ഒക്കെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന കൗണ്ടർ. ഓക്കെ, മൊബൈൽ ഫോൺ ഡെപ്പോസിറ്റ് ചെയ്യുന്ന കൗണ്ടർ വേറെ, ഫുട്വെയർ ഡെപ്പോസിറ്റ് കൗണ്ടർ വേറെ. പിന്നെ അതാണ് എൻട്രി പോയിന്റ്. അവിടെ നിന്നാണ് എൻട്രി വരുന്നത്. നമുക്ക് ഡയറക്റ്റ് പ്രീമിയം ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ ഡയറക്റ്റ് കയറി കാണാം. അല്ലെങ്കിൽ നോർമൽ ടിക്കറ്റ് 150 രൂപയാണ് എൻട്രൻസ്. അതിലാണെങ്കിലും പോയി കറങ്ങി കുറച്ച് ടൈം എടുക്കും. ഒരു മണിക്കൂർ എടുക്കും എന്തായാലും. 1 മണിക്കൂറിനകത്ത് പോയി കണ്ടിട്ട് വരാൻ പറ്റും ഗോൾഡൻ ടെമ്പിൾ. ഇതാണ് നമ്മുടെ ചെരുപ്പ്. ഇതേപോലെ ചെരുപ്പുകളും എല്ലാം ഡെപ്പോസിറ്റ് ചെയ്ത് വെക്കും. ഇവിടെ സ്കൂളിൽ നിന്നൊക്കെ പിള്ളേർ വരുന്നുണ്ട്. ഏതോ ഒരു സ്കൂളിൽ നിന്നുള്ള പിള്ളേരാണ് ഇപ്പൊ കയറി പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ടൂറിസ്റ്റ് പ്ലേസ് തന്നെയാണ് ഈ പറയുന്ന ഗോൾഡൻ ടെമ്പിൾ. അങ്ങനെ ദർശനമെല്ലാം കഴിഞ്ഞ് ഞാൻ ഇറങ്ങി കഴിഞ്ഞു. ഇപ്പോ സമയം 11 മണി ആയിട്ടേ ഉള്ളൂ. സമയമുണ്ട്, നമുക്ക് 3 മണി വരെ സമയമുണ്ട്. 3 മണിക്കാണ് ട്രെയിന്. ഇനി ഇവിടുന്ന് തിരിച്ച് ഓട്ടോയിൽ പോവുകയാണെങ്കിൽ 1/2 മണിക്കൂറും, അതേപോലെ ബസ്സിനാണെങ്കിൽ എന്തായാലും 2 മണിക്കൂർ എടുക്കും എന്നാണ് പറയുന്നത്. നോക്കട്ടെ, ഇതിനിടയ്ക്ക് ഒരു സ്ഥലവും കൂടെ ഉണ്ട്. ഇവിടെ ഒരു മുരുകൻ്റെ ടെമ്പിൾ ഉണ്ട്. അപ്പോൾ അവിടത്തേക്ക് വേണമെങ്കിൽ പോകാനാണെങ്കിൽ ഒരു ബസ് ഉണ്ടോന്ന് അറിഞ്ഞല്ലോ, നോക്കണം. നോക്കി എങ്ങനെയാണെന്ന് വെച്ചാൽ ബസ് സ്റ്റാൻഡ് ഉണ്ട്. ബസ്സിന് ഇവിടെ നിന്ന് വെല്ലൂരത്തേക്ക് ബസ് കിട്ടും. അതായത് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഗോൾഡൻ ടെമ്പിളാണ്. ഇവിടെ നിന്ന് വെല്ലൂര് ബസ് കയറി അതിനുശേഷം അവിടെ നിന്ന് കാട്ട്പാടിക്ക് അടുത്ത ബസ് കയറി നോക്കാം. ഇതാണ് അവിടുത്തെ ബസ് സ്റ്റാൻഡ്. ഞാൻ ഇവിടെ നിന്ന് ബസ്സിന് പകരം ഓട്ടോയ്ക്ക് പോകാമെന്ന് വിചാരിച്ചു. ഇവിടുന്ന് 50 രൂപയുള്ള ഓട്ടോ, ഷെയറിങ് ഓട്ടോയാണ്, ഒറ്റയ്ക്കല്ല പോകുന്നത്. 50 രൂപ കൊടുത്താൽ ഇതാണ് അതിന്റെ എൻട്രൻസ്. അങ്ങനെ മുരുകൻ ടെമ്പിളിൽ പോകണമെന്നായിരുന്നു പ്ലാൻ. പക്ഷെ ഇവിടെ വന്നപ്പോഴത്തേക്കും നമ്മുടെ വെല്ലൂരിന്റെ ഒരു ഫോർട്ട് ഉണ്ട്, വെല്ലൂർ ഫോർട്ട്. അപ്പൊ ആ കോട്ട ഒന്ന് കയറി കാണാന്ന് വിചാരിച്ചു. അപ്പൊ അങ്ങനെ ഞാൻ എന്താ ഇവിടെ ഇറങ്ങിയിരിക്കുകയാണ് ഓട്ടോയില്. ഇനി നോക്കട്ടെ ഇവിടെ എൻട്രൻസ് എവിടെയാണ്. ഇതാണ് നമ്മൾ കോട്ടയിലോട്ട് നടന്ന് കയറുന്ന പാലം.
കോട്ടയ്ക്ക് പുറത്ത് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളതുപോലെ വെള്ളവും തടാകവും ഒക്കെ ഉണ്ട്. ആൾക്കാർ പണ്ട് കാലത്ത് കെട്ടുന്നുണ്ടല്ലോ കോട്ട, അപ്പൊ അതിലിതേപോലെ ഫ്രണ്ടിൽ ഇങ്ങനെ ചുറ്റിനും വെള്ളമായിരിക്കും, പെട്ടെന്ന് ആരും വന്ന് ആക്രമിക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ ഇവിടെ കെട്ടിയിട്ടുണ്ട്. കൊള്ളാം. വെള്ളൂർ ഫോർട്ടിന്റെ ഒരു വ്യൂ. ഇത് കണ്ടിട്ട് വലിയ കോട്ട പോലെയാണ് തോന്നുന്നത്. ഇവിടെ ടൈമിംഗ് കൊടുത്തിട്ടുണ്ട്. ഓപ്പൺ ടൈം 6 മണി, ക്ലോസിങ് 8 മണി. 8 മണി വരെ ഉള്ളൂ. ഇത് കോട്ടയുടെ മുകളിലോട്ട് കയറുന്ന ഒരു സ്ഥലമാണ്. പിന്നെ നമ്മൾ ആ റോഡാണ് കയറി വന്നത്. അപ്പൊ ഇവിടെ നിന്നുള്ള വ്യൂ എന്താണ് ഞാനിപ്പോ കാണിച്ചു തരാം. കണ്ടോ ഗൈസ്, ഇതാണ് ഇവിടുത്തെ വ്യൂ. കൊള്ളാം ഗൈസ്, ഞാൻ വിചാരിച്ച പോലെ അല്ലേ, നല്ല സൂപ്പർ ആയിട്ടുണ്ട് ഇവിടെ. പിന്നെ ഇനി അകത്തോട്ട് കയറണം. അകത്തോട്ട് കയറിയില്ല, എന്താണെന്ന് നോക്കണം ഗൈസ്. അതുവഴിയാണ് നമ്മൾ കയറി വരുന്നത്. കയറി വന്ന് ഈ കോട്ട ഇങ്ങനെ ഫുള്ള് നടന്ന് കാണാൻ പറ്റും. നടന്ന് കണ്ടിട്ട് അവസാനം നമ്മൾ പോകുന്ന ഇവിടെ ഒരു ടെമ്പിൾ ഉണ്ട് കണ്ടോ, ആ ടെമ്പിളിലോട്ടായിരിക്കും അവസാനം നമ്മൾ പോകുന്നത്. ഇത് കോട്ടയ്ക്ക് അകത്ത് കെട്ടിയിരിക്കുന്ന ഒരു അമ്പലമാണ്. ഗൈസ്, നിങ്ങൾ ഈ വ്യൂ കണ്ടോ? കിട്ടില്ല വ്യൂ അല്ലേ? അതാണ് സിറ്റി, വെല്ലൂർ സിറ്റി. ഗൈസ്, ആ കാണുന്നത് വെല്ലൂർ സിറ്റി. നല്ല വെയിലുണ്ട്, നല്ല ചൂടുള്ള സ്ഥലമാണ്. നമ്മുടെ അവിടെ ഇപ്പൊ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ ഇവിടെ നല്ല കട്ട വെയില് കൂടെ ബ്ലാക്ക് ഡ്രസ്, നല്ല ചൂടുണ്ട്. ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ പറ്റില്ല എന്നെ കൊണ്ടത്. ഗൈസ്, ഞാൻ ഈ കോട്ടയിൽ വന്നപ്പോ ഒരു പയ്യനെ പരിചയപ്പെട്ട്. പേര് സഞ്ജയ്. ഇതാ. അപ്പൊ സഞ്ജയനെ കണ്ട്. സഞ്ജയ് അവിടെ ഗേറ്റിന്റെ അവിടെ ഉണ്ടായിരുന്നു. എന്റെ അടുത്ത് കുറച്ച് പൈസയൊക്കെ ചോദിച്ചു. ഇപ്പൊ വെള്ളം ചോദിച്ചു, ഞാൻ വെള്ളം കൊടുത്ത് അങ്ങനെ നിൽക്കുന്നു. കൊള്ളാം, നല്ല ചെറുക്കൻ. ഓക്കെ, എന്നാ പണ്ട് ഇങ്ങ അതാ ഫാമിലി വീട് ഇങ്ങനെ പക്കത്തില് തന്നെ. ഇതൊക്കെ പോസിറ്റീവ്. അതാ ഇതാ ഡ്രസ്. ഓക്കെ ഗൈസ്, ഇതാണ് അവന്റെ ഡ്രസ്. ഗൈസ്, ഈ കോട്ടയ്ക്കകത്ത് ഈ സൈഡ് പോയ മ്യൂസിയം, ആ സൈഡ് പോയ ജലകണ്ഠേശ്വര ടെമ്പിൾ. നമുക്ക് മ്യൂസിയത്തിൽ പോണതിനെക്കാട്ടും ടെമ്പിളിൽ പോയി കയറാം, ടെമ്പിൾ കണ്ടിട്ട് ഇറങ്ങാം. അതായിരിക്കും കുറച്ചുകൂടി ഭംഗി. ഇത് വന്നിട്ട് ഇവിടുത്തെ ടൂറിസ്റ്റ് സ്പോട്ടുകളാണ്. നിങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ കാണാൻ പറ്റും. ഗൈസ്, ഇതാണ് ആ ടെമ്പിൾ, ആ കോട്ടയ്ക്കകത്തുള്ള ടെമ്പിൾ. നമുക്ക് ടെമ്പിൾ കയറി നോക്കാം. ഇവിടെ ഷൂസും ചെരുപ്പൊക്കെ ഇട്ടിട്ട് വേണം കോട്ടയിലോട്ട് പോകാൻ. ഓക്കെ, ഇതാണ് എൻട്രൻസ്.
ഗൈസ് അങ്ങനെ നമ്മള് അമ്പലത്തിൽ ദർശനം കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. ഇനി അടുത്ത് ബസ് പിടിച്ച് നേരെ റെയിൽവേ സ്റ്റേഷൻ, അതാണ് പ്ലാൻ. അപ്പൊ ഇനി ബസ് പിടിക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ അടുത്ത് തന്നെ ഗാന്ധി സ്റ്റാച്യൂര് അടുത്ത് ബസ് കിട്ടുമെന്നാ പറഞ്ഞു. ഗൈസ് ആ കാണാനാണ് ഗാന്ധി സ്റ്റാച്ചു. ഗാന്ധി സ്റ്റാച്ചുവിന്റെ അടുത്ത് ഒരു പയ്യൻ ഇവിടെ ടാറ്റു അടിച്ചു നിൽപ്പുണ്ട്. 1 ലിറ്റർ 100 രൂപ, ഒരു പുതിയ നീഡില് വെച്ചടിക്കണം 100 രൂപ, അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. ഇവിടെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവിടെ എവിടെയാണ് ബസ് ഉള്ളത്. അപ്പൊ ഇവിടുന്ന് ബസ് കയറണം. നോക്കട്ടെ ബസ് എവിടെ കിട്ടും. ഗൈസ് ഉച്ച സമയം വിശന്നിട്ട് ഞാൻ എന്താ ഇവിടെ ഒരു മസാല പൂരി തിന്നാൻ വേണ്ടി വന്നു. ചേട്ടൻ എന്താ മസാല പൂരി ഉണ്ടാക്കിയിട്ടായിരിക്കും. ഇവിടെയാണ് അടുത്ത് തന്നെ ബസ് സ്റ്റാൻഡ് ഉണ്ട്. ആ ആൾക്കാർ നിൽക്കുന്നത് ബസ് സ്റ്റാൻഡാണ്. അപ്പൊ അവിടുന്ന് ബസ് പിടിച്ച് പോകാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പൊ ഇവിടെ വിശക്കുന്നതുകൊണ്ട് ഞാനിപ്പോ ഇവിടുന്ന് മസാലപ്പൂരി കഴിച്ചിരുന്നു. ബസ്സിൽ കയറി ഇവിടെ നമ്മുടെ വെല്ലൂർ കാട്ട്പാടിയിലോട്ട് പോകാം. പിന്നെ അവിടെ ചോദിച്ചപ്പോ അവര് പറഞ്ഞ വെല്ലൂരിന് എപ്പോഴും 24 മണിക്കൂർ ബസ്സുണ്ട്. ബസ് നമ്പർ 1 ഉം 2 ആണ് അങ്ങോട്ട് പോകുന്നത്, കാട്ട്പാടിയിലോട്ട്. സീറ്റ് കിട്ടി, ബസ് കിട്ടി. ഇതാണ് വെല്ലൂർ ബസ് സ്റ്റാൻഡ്. ഇപ്പം വെല്ലൂർ ബസ് സ്റ്റാൻഡിൽ നിർത്തിയിരിക്കുകയാണ്. നമുക്ക് വെല്ലൂർ ഓൾഡ് ബസ് സ്റ്റാൻഡും ഉണ്ട്, ന്യൂ ഉണ്ട്. ഞാൻ വന്ന ബസ് ഇതാണ്, ബസ് നമ്പർ 2. കറക്റ്റ് ബ്രിഡ്ജിന്റെ അടുത്ത് വന്ന് ഇറക്കി. നേരെ നടന്നു പോകുമ്പോ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ. ഇതോ അവിടെയാണ് റെയിൽവേ സ്റ്റേഷൻ. അങ്ങോട്ട് പോയാൽ മതി. ഇവിടെ നിന്ന് നമ്മുടെ ഗോൾഡൻ ടെമ്പിൾ വരെ പോവാൻ എനിക്ക് 200 രൂപയായി. തിരിച്ചു വരാൻ വെറും 60 രൂപയായുള്ളൂ. ഇതാണ് കാട്ട്പാടി റെയിൽവേ സ്റ്റേഷൻ. എന്റെ കോയമ്പത്തൂരിലുള്ള വണ്ടി വന്നിട്ടുണ്ട്. കറക്റ്റ് ടൈമിലാണ് കയറിയത്. അങ്ങനെ ഞാൻ ട്രെയിനിങ് കയറി. ട്രെയിനിന്റെ സീറ്റ് RIC ആണ്, കൺഫേം ആയില്ല, കൺഫേം ചെയ്തല്ല. അപ്പൊ നമ്മള് 2 പേരാണ് കയറിയത്. ഞാൻ ഇതൊരു കാര്യമാണ്, വേറൊരാളും കൂടെ ഉണ്ട്, കാണിച്ചു കണ്ടോ. അങ്ങനെ നമ്മൾ 2 പേരും കൂടിയാണ് ഈ സീറ്റ് ഷെയർ ചെയ്ത് പോകുന്നത്. അത്യാവശ്യം തിരക്കുണ്ട് ട്രെയിനില്. ലാസ്റ്റ് മിനിറ്റ് ബുക്കിംഗ് ആയതുകൊണ്ടാണ് മറ്റൊരു സീറ്റ് കിട്ടുന്നത്. അല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമുണ്ട്. ഇത് കുഴപ്പമില്ല, രാത്രി കിടക്കാൻ സമയത്ത് മാത്രം നോക്കിയാൽ മതി. അങ്ങനെ ചെന്നൈ സെൻട്രലിലെത്തി. ചെന്നൈ സെൻട്രലിലാണ് ഇപ്പോൾ വണ്ടി കിട്ടുന്നത്. 1/2 മണിക്കൂർ ട്രെയിൻ പിടിച്ചു. 5:45 ഇവിടെ ട്രെയിൻ എടുക്കും. എനിക്ക് ഫുഡ് കാര്യങ്ങൾ നോക്കണം. ഗൈസ് അങ്ങനെ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയ ഒരു സമോസയും നല്ല ചൂട് ചിക്കൻ ബിരിയാണി വാങ്ങിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് നൈറ്റ് കഴിക്കാം. തൽക്കാലം ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഗൈസ് ഇതാണ് രാത്രിയിലത്തെ ഫുഡ്, ചിക്കൻ ബിരിയാണി. ചെന്നൈയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഓക്കെ, സമയം 8 മണിയായി. എല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ടിരിക്കുന്നതാണ്. നമ്മുടെ കൂടെ ഉള്ള ചേട്ടന്മാർ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കുറെ പയ്യന്മാര്. അപ്പോൾ ഗൈസ് ഇന്നത്തെ ഡേ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നമുക്ക് നാളെ നോക്കാം. ഇന്നിനിപ്പോൾ കിടന്ന് ഉറങ്ങാൻ പോകണം. ഫുഡൊക്കെ കഴിച്ച് നല്ല ഫുഡായിരുന്നു. ഗൈസ് ഇപ്പോൾ സമയം 8 മണിയായിട്ടുണ്ട്.
നമ്മള് ഒന്നുകൂടെ ശരിക്കല്ലേ ഇപ്പൊ കഴിഞ്ഞ വന്നേ ഉള്ളൂ. രാത്രി 12 മണി 11 മുക്കാലാകുമ്പോൾ വിജയവാഡ എത്തും. നാളെ ഉച്ചയാകുമ്പോഴത്തേക്ക് നമ്മൾ അവിടെ ഇറങ്ങിയിട്ടാണ് നമുക്ക് ഇനി അടുത്ത ട്രെയിൻ പിടിക്കേണ്ടത്. അപ്പോൾ ഇതൊക്കെ കൂടെ ഉള്ളതുകൊണ്ട് ബാക്കി നാളെ രാവിലെ